പെരുമ്പാവൂരിലെ 2020 സ്ഥാനാർത്ഥി ജിബി പാത്തിക്കൽ ലക്ഷ്മിപ്രിയയുടെ പകരക്കാരനായാണ് എത്തുന്നത്. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു ജിബി പാത്തിക്കൽ. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ ലക്ഷ്മിപ്രിയയെ ഒഴിവാക്കിയതിനെ തുടർന്നാണ് പുതിയ സ്ഥാനാർത്ഥി തീരുമാനമായത്. യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. യൂത്ത് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലയുടെ ഭാരവാഹിയുമാണ് ജിബി. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിലെ മുനിസിപ്പാലിറ്റിയാണ് പെരുമ്പാവൂർ. തടി വ്യവസായത്തിന് പേരുകേട്ട പട്ടണം. എറണാകുളത്ത് നിന്ന് 30 കിലോമീറ്റർ വടക്ക് കിഴക്ക് MC റോഡിൽ ഒരു സ്ഥാനം പറയുകയാണെങ്കിൽ കോട്ടയത്തിനും തൃശ്ശൂരിനും ഇടയിലുള്ള പെരുമ്പാവൂർ പട്ടണം 1953 ജനുവരി 1 മുതൽ അതൊരു മുനിസിപ്പൽ പട്ടണമായി ഉയർത്തപ്പെട്ടു. ആദ്യകാല ഭരണം നടത്തിയിരുന്നത് K. ഹരിഹര അയ്യർ ചെയർമാനായ ഭരണസമിതിയായിരുന്നു. തിരുവിതാംകൂറിലെ പ്രമുഖ തടി വ്യവസായ കേന്ദ്രമായിരുന്നു പെരുമ്പാവൂർ. ടിപ്പുവിന്റെ പടയോട്ടം പെരുമ്പാവൂർ വരെ വന്നിരുന്നതായി ചരിത്ര താളുകൾ പറയുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂർ പല രീതിയിൽ കുപ്രസിദ്ധമാണ്. പെരുമ്പാവൂരിനെ പഴയ നിലയിലേക്ക്, ആ ഒരു ഖ്യാതിയിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും എന്നതും ഇക്കുറി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചോദ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും അവിടെ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നു. അതിഥി തൊഴിലാളികൾ ധാരാളം അവരുടെ വരുമാന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന സ്ഥലം തന്നെയാണ് പെരുമ്പാവൂർ. അവരുടെ ജീവിത മാർഗത്തിനെ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ അവിടെ ക്രിമിനൽസ് കൂടുന്നു എന്നുള്ള ആ ഒരു വാദം അത് ഒരിക്കലും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലം ആര് രക്ഷപ്പെടുത്തും എന്ന ഒരു ചോദ്യവും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉയരുകയാണ്. പ്രചാരണങ്ങൾ ശക്തമാക്കുകയാണ് 2020 സ്ഥാനാർത്ഥികൾ. പെരുമ്പാവൂർ മണ്ഡലം മാറി ചിന്തിക്കുന്നതിന്റെ തെളിവാണ് ഓരോ കേന്ദ്രത്തിലും 2020 സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങൾ സൂചിപ്പിക്കുന്നത്. പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പകരമാണ് പുതിയ സ്ഥാനാർത്ഥിയെ ജിബി പാത്തിക്കലിനെ 2020 പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജിബി പാത്തിക്കൽ. പെരുമ്പാവൂരിൽ മികച്ച പ്രവർത്തനമാണ് 2020 കാഴ്ചവെക്കുന്നത്. നിലവിൽ യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം, യൂത്ത് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലയുടെ ഭാരവാഹിയുമാണ് ജിബി. എന്തുകൊണ്ടും ജനങ്ങൾക്കിടയിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ജിബിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പിച്ചു തന്നെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പെരുമ്പാവൂരിൽ മത്സരത്തിനിറങ്ങുന്നത് ബേസിൽ പോളാണ്. UDFിൽ നിന്ന് മനോജ് മുത്തേടൻ. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മനോജ് മുത്തേടനെ നിർണയിച്ചത്. ഇത് അത്രയൊന്നും സുഖകരമായ ഒരു തീരുമാനമല്ല എന്നാണ് പലരും പല ഭാഗത്തുനിന്നുണ്ട് സ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യത 2020 ഏറെ ഉണ്ട് എന്നാണ് പ്രവചിക്കപ്പെടുന്നത്. എന്തായാലും പെരുമ്പാവൂർ മണ്ഡലത്തിൽ ആര് വിജയിച്ചാലും ഒരു ആവശ്യം, ഒരു നിർദ്ദേശം ജനങ്ങൾക്കുണ്ട്. അതായത് പെരുമ്പാവൂരിന്റെ പഴയ ഖ്യാതി അത് തിരിച്ചു കൊണ്ടുവരാൻ പുതുതായി വരുന്ന ആ ഒരു ഭരണം അത് ആർക്കായാലും അവർക്ക് സാധിക്കണം. അത്രമാത്രം കുപ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് പെരുമ്പാവൂർ ഓരോ ദിവസവും. പെരുമ്പാവൂരിനെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇനി വരുന്ന ഒരു ഭരണ സംവിധാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ ക്രിമിനലുകളുടെ ആ ഒരു വിളയാട്ടം അതൊക്കെ ഇല്ലാതാക്കണം എന്ന ആവശ്യം വളരെ ശക്തമാണ് ജനങ്ങൾക്കിടയിൽ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തീരുമാനിക്കുക ആരെ കൊണ്ടുവന്നാൽ പെരുമ്പാവൂരിന്റെ ആ ഒരു പഴയ പെരുമ നിലനിർത്താനും തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ്. ശക്തമായ കൃത്യമായ തീരുമാനം അവർക്ക് വരുന്ന തിരഞ്ഞെടുപ്പ് ദിവസം എടുക്കാൻ സാധിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് ഇപ്പോൾ NDAയ്ക്കും. അത് തന്നെയല്ല, അത്തരമൊരു ആവശ്യം തന്നെയാണ് NDAയും 2020യും അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തുന്നത്. പെരുമ്പാവൂരിന്റെ കുപ്രസിദ്ധി, അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ ക്രിമിനൽ ഇടപെടലുകൾ അതിനെയെല്ലാം മാറ്റി അവിടെ ഒരു വളരെ വൃത്തിയുള്ള ഒരു നഗരമാക്കി മാറ്റും എന്ന ഒരു വാഗ്ദാനം കൂടി 2020 NDA മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.